ഹലോ, വെൽക്കം ടു ഡ്രീമി ഡെസ്ക്. ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ? അതിനാദ്യം ഒരു പേപ്പർ എടുത്തിട്ട് കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ടത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സത്യത്തിൽ സ്റ്റിക്കേഴ്സൊക്കെ ഏറെക്കുറെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. പക്ഷേ ആ സ്റ്റിക്കേഴ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരില്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഈ ഒരു കട്ട് ചെയ്തെടുത്ത പേപ്പറിലേക്ക് വരച്ചെടുക്കാം. പിൻട്രസ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള കുറേ പിക്ചേഴ്സ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രേസ് ചെയ്താലും വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫേവറേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കളറിങ് തന്നെ. അപ്പം നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ക്യൂട്ടായിട്ടൊന്ന് കളർ ചെയ്തുകൂടി എടുക്കാം. എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്താലും ഈ കളർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, വേറെ ഒന്നിനും എനിക്ക് കിട്ടാറില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? അപ്പോൾ കളറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പാണ്ടക്കുട്ടനും കിറ്റിക്കുട്ടനും കപ്പ് കേക്കും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ കട്ട് ചെയ്തെടുക്കലാണ്. കളറിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞുള്ള കാര്യം പറയണ്ടല്ലോ, മൊത്തത്തിൽ നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആയിരുന്നു എല്ലാം. പക്ഷേ ഇപ്പോഴും ഒരു പേപ്പർ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഒരു ക്യൂട്ട് സ്റ്റിക്കർ ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലെയിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ബബിൾസോ അല്ലെങ്കിൽ ചുളുക്കവോ ഒന്നും വരാതെ മാക്സിമം ക്ലിയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ അതിന് മേലെ വെച്ച് കൊടുക്കുക. വീണ്ടും ടേപ്പ് അതിൻ്റെ മുകളിൽ കൂടി ഒട്ടിച്ചു കൊടുക്കുക. പറഞ്ഞത് മറക്കണ്ട, ഒട്ടിക്കുമ്പോൾ ചുളുക്കവോ ബബിൾസോ ഒന്നും വരാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു വൈറ്റ് കളർ വരുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ? ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ ഒട്ടിക്കാനായിട്ട് പുറകിലുള്ള ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ സ്റ്റിക്കർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.